ജയശ്രീ, ഇഷ്ടം മാത്രം മതിയായിരുന്നോ ജയശ്രീക്ക് മൈത്രേയനെ തിരഞ്ഞെടുത്ത് ജീവിക്കാൻ? ഈ കുടുംബം എന്നുള്ള ഒരു സങ്കല്പത്തിലല്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബം ചെയ്യുന്ന ചില ഫങ്ഷൻസ് ഉണ്ട്, സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസ്. അത് കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ള ഒരു ഫങ്ഷൻ, അതുപോലെ രണ്ടുപേര് തമ്മിലുള്ള ഇൻറ്റിമസി, ഈ പറഞ്ഞ ഇഷ്ടം എന്നാണ് പറയാൻ എനിക്ക് താല്പര്യം. ഈ പ്രണയം എന്നൊക്കെ പറയുന്ന വെറുതെ കാൽപ്പനികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനിന്ന് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ അതൊരു പത്തോളജി പോലുമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ഇഷ്ടത്തോടു കൂടി രണ്ടിലധികം പേരോ ഉണ്ടാകാവുന്ന ഇങ്ങനെ പല ഫങ്ഷൻസ്. പിന്നെ റീപ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യത്തിലുള്ള റീപ്രൊഡക്റ്റീവ് റോൾ കുടുംബത്തിനുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ കുടുംബം എന്ന് പറയുന്ന കാര്യം സ്റ്റേറ്റിന് വേണ്ടിയുള്ളതാണ്, ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ്. അവിടെയാണ് ഈ വ്യത്യാസം. കുടുംബം വേണ്ടേ, എല്ലാവർക്കും വലിയൊരു പ്രശ്നം തോന്നുകയാണ്, കുടുംബം പിന്നെ വേണ്ടേ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. കുട്ടികളെ വളർത്തേണ്ടതാണ്, ഇഷ്ടത്തോടെ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്, ഇതെല്ലാം വേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ഒരു പാക്കേജായിട്ട് നമുക്ക് ഇട്ട് തരുകയാണ്. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് തിരഞ്ഞെടുപ്പുണ്ട് എന്ന്. നമുക്ക് തിരഞ്ഞെടുപ്പില്ല. ഒരു കാര്യത്തിലുമില്ല. ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയല്ല, കുട്ടികളെ വളർത്തുന്നതില്ല, ഒന്നിനും നമുക്ക് തിരഞ്ഞെടുപ്പില്ല. അപ്പോൾ ഇതിനെ അൺപാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പല പല ബോക്സിലാക്കി ഇടണം നമ്മൾ. ഈ പാക്കേജ് ഒറ്റയ്ക്കുള്ളൊരു പാക്കേജ് അല്ല അത് മാറ്റി മാറ്റി എടുത്ത് ഇടപിരിച്ചെടുത്ത് പോകണം. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊരു കുട്ടിയെ വളർത്തിയെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരികൾ ചേർന്നൊരു കുട്ടിയെ വളർത്തിയെന്നിരിക്കും. എന്താ പ്രശ്നം? ഭാര്യയും ഭർത്താവും തനിയെ ചേർന്ന് ഇത് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു കുടുംബം ആണ് നമ്മൾ വേണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ഈ കുടുംബത്തിൻ്റെ ഫങ്ഷനൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. കുടുംബത്തിൻ്റെ ഫങ്ഷൻ പല ഫങ്ഷനുകളുമുണ്ട്, അത് പലതരത്തിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇതിപ്പോൾ ഒരു ടൂളാണ്, നമ്മളെ ഭരിക്കാൻ വേണ്ടിയുള്ള ഭരണകൂടത്തിൻ്റെ ഒരു ടൂളായിട്ടാണ് ഇന്നത്തെ കുടുംബസങ്കല്പം ഉള്ളത്. അതിനെയാണ് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നത്. ഞാൻ തുടങ്ങിയത് എൻ്റേതായ രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടേതായ രീതിയിലുള്ള തരത്തിലുള്ള ഇഷ്ടവും വളർച്ചയും ഒക്കെ.